അപ്പോൾ നമ്മുടെ കാത്തിരിപ്പുകൾക്കൊടുവിൽ നമ്മൾ പാർട്ട് 2 ആയിട്ട് വന്നിരിക്കുകയാണ്. സോ അഗൈൻ വർക്ക് എനർജി പവറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ കൂടുതൽ മുഖവരൊന്നും ഇല്ല, കാരണം നിങ്ങൾ ഇംപ്രൂവ്മെന്റിന്റെ ചൂടിലാണ് ഇരിക്കുന്നത്. നാളെയാണ് നമ്മുടെ എക്സാം വരുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡ് ഒന്നും ആവേണ്ട. യെസ്, നേരെ നമ്മൾ പോവാണ്. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഓൾവേസ് നെഗറ്റീവ്. എന്തുകൊണ്ടാണ്? യെസ്, ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ മോഷൻ അഗെയിൻസ്റ്റ് ആയിരിക്കും എപ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഫ്രീലി ഫോളിംഗ് ബോഡി ആണെന്നുണ്ടെങ്കിൽ എന്തായാലും എന്താണ്? യെസ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഡൗൺവേർഡ് ആണ്, ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റും താഴത്തോട്ടാണ്. സോ അത് പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞിരുന്നത്, അതായത് നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ മറ്റേ വലിയ സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് പൊക്കുന്നു. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇവിടെയാണ് അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ടാണ്. പക്ഷേ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് താഴത്തോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ടാണ്. അത്തരം കേസ് വരുമ്പോൾ നെഗറ്റീവ് ആണ് കേട്ടോ. എപ്പോഴും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോസിറ്റീവ് എന്നുള്ളൊരു ചിന്താഗതി ഒന്നും വേണ്ട, നേരെ തിരിയുന്ന കേസുണ്ട്. നെക്സ്റ്റ്, a man holds a heavy object weighing 50 kg perfectly still for an hour. Calculate the work done. It is 0 because displacement is 0. Okay, work and dash has the same dimension. Work-നും എനർജിക്കും സെയിം ഡയമെൻഷൻ ആണ് കേട്ടോ. അടുത്ത റൊട്ടേഷണൽ മോഷൻ, നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് എ ഫോഴ്സ് ഇസ് ടോർക്ക്. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ പറയുന്ന ഫോഴ്സിന് നമ്മുടെ റൊട്ടേഷനിലോട്ട് വരുമ്പോൾ ഉള്ള ടേം ആണ് ടോർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഫോഴ്സ് ഇസ് ടോർക്ക്. Moment of linear momentum is angular momentum. Angular momentum has the same dimension as that of Planck's constant. Important ആണ് കേട്ടോ, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. സിമ്പിൾ ആയിട്ട് ഇപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, Planck's constant. Classical dancers bring their hands closer to their body to rotate faster. Name the principle behind it. Law of conservation of angular momentum. Okay, അതായത് ഡാൻസിനൊക്കെ ഇങ്ങനെ സ്പിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, എന്താ പറയുക, കൈ വിരിച്ചിട്ടും അതുപോലെ തന്നെ കൈ ക്ലോസർ ആയിട്ടും ഇവർ ഡാൻസ് ചെയ്യുന്നത് നമുക്ക് കണ്ടിട്ടുണ്ടോ. അത് എന്താണ്? സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതാണ്. അത് ബേസിക്കലി എന്ത് വെച്ചിട്ടാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം വെച്ചിട്ടാണ്. ഡയമെൻഷൻ ഫോർമുല ഓഫ് ടോർക്ക്, അത് നമ്മുടെ ഫോഴ്സിന് അതേ ഡയമെൻഷൻ ഫോർമുല ആയിരിക്കും അല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അതായിരുന്നു mL²T⁻². The inability to stop rotational inertia is called moment of inertia. Moment of inertia of a disk ആണ് കേട്ടോ. Along the diameter is mr²/4. ഇനി അടുത്ത നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ചാപ്റ്ററിലോട്ട് നമ്മൾ വരുവാണ്, ഗ്രാവിറ്റേഷൻ. ഓക്കെ, സോ ഗ്രാവിറ്റേഷണൽ ക്വസ്റ്റൻ, the acceleration due to gravity is dash with increase of altitude. Okay, decreases with increasing altitude. The acceleration due to gravity dash with increase of depth. Decreases ആണ് കേട്ടോ. ഓക്കെ, അതായത് ഡെപ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. At the center of the earth, the acceleration due to gravity is 0. At the center, കാരണം എന്താണ്? നമുക്കറിയാം ആറിന്റെ വാല്യൂ, അതായത് റേഡിയസിന്റെ വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ സെൻട്രലാണെങ്കിൽ 0 അല്ലേ, അപ്പം വാല്യൂ 0 ആയിട്ട് വരും. Acceleration due to gravity is independent of mass of the body. Okay, mass of the നമ്മുടെ എർത്ത് ആണെങ്കിൽ എർത്തിന്റെ മാസ് വാല്യൂ ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെയുള്ള ഒരു ബോഡിയുടെ മാസ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യത്തില്ല കേട്ടോ. Dimensional formula of acceleration due to gravity, yes, simple, L(T⁻²). Weight of a body of mass m at the center of the earth is 0. കാരണം ജിന്റെ വാല്യൂ 0 ആണെങ്കിൽ വെയിറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അടുത്ത മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ക്വിക്ക് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. യെസ്, നെയിം ദ ലോ റിലേറ്റിംഗ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഹുക്സ് ലോ. ഓക്കെ, യെസ്, സ്ലോപ്പ് ഓഫ് ദി സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഇസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. The maximum value of elasticity is called elastic limit. Strain has no units, dimensions. True or false ആണോ എന്നാണ് ചോദിക്കുന്നത്. സോ നിങ്ങൾ ഈ 1 മാർക്കിൽ ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ കെയർഫുൾ ആയിട്ട് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. ഇവിടെ ചോദിച്ചുള്ള സ്ട്രെയിൻ ഹാസ് നോ യൂണിറ്റ് നോ ഡയമെൻഷൻ. കറക്റ്റ് അല്ലേ? സ്ട്രെയിൻ എന്തില്ല? യെസ്, യൂണിറ്റോ ഡയമെൻഷനോ ഒന്നും തന്നെ ഇല്ല. സ്ട്രെസ് ഹാസ് ദ സെയിം ഡയമെൻഷൻ ഓഫ് പ്രഷർ. പ്രഷറിന്റെ അതേ ഡയമെൻഷൻ ആണ് ആർക്കുള്ളത്? സ്ട്രെസ്സിനുള്ളത്. ദ യൂണിറ്റ് ഓഫ് സ്ട്രെസ് ഇസ് Newton/m², അല്ലെങ്കിൽ നമുക്ക് പറയാം പാസ്കൽ. ഓക്കെ, ഇതിൽ ഏത് യൂണിറ്റ് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത നമ്മൾ ഫ്ലൂയിഡ്സിലോട്ട് കടക്കുവാണ്. സോ കുറച്ച് പേർക്കൊക്കെ ഒരു കോംപ്ലിക്കേഷൻ ഉള്ള ചാപ്റ്റർ ആണ്, പക്ഷെ എന്നിരുന്നാലും കുറെ ടോപ്പിക്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്ലൂയിഡ്സിൽ, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിരിക്കും. സോ യെസ്, ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ പാസ്കൽസ് ലോ. അടുത്തത്, Bernoulli's theorem is applicable to streamlined flow. Bernoulli's theorem is in accordance with the law of conservation of energy. Velocity of efflux of a liquid is based on Bernoulli's theorem. Dash gives an idea about the pressure at static flow. That is nothing but Pascal's law. The aircraft fly is based on Bernoulli's theorem. Okay, yes. ഇനി തെർമോഡൈനാമിക്സിലോട്ട് നമ്മൾ കടക്കുവാണ്. സോ ബിഫോർ ദാറ്റ് ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വേണ്ട ഒരുപാട് നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് കേട്ടോ. യെസ്, a thermodynamic process which occurs at constant pressure is isobaric process. Okay, ഇവിടെ ചോദിച്ചിട്ടുള്ളത് കോൺസ്റ്റന്റ് പ്രഷർ ആണ്, ദാറ്റ് ഈസ് ഐസോബാറിക്. ഓക്കെ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ എന്തായിരിക്കും? യെസ്, ഐസോതെർമൽ. ഇനി വോളിയം ആണെങ്കിലോ ഐസോകോറിക്. ഓക്കെ, വാട്ട് ഈസ് എ ഹീറ്റ് എഞ്ചിൻ? ഹീറ്റ് എഞ്ചിൻ ഡിവൈസ് ഹീറ്റ് എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. വിച്ച് വൺ ഹാസ് ദ ഹയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? ദാറ്റ് ഈസ് വാട്ടർ.
Write the relation among the heat energy, work done and change in internal energy. dq which is equal to du plus dw ആണ് change in work. The process of changing solid directly into vapor is called sublimation. ആ ഗ്രാഫ് ഒക്കെ ഓർത്തിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് ഇത് പറയാൻ പറ്റും. അടുത്ത നമ്മൾ kinetic theory of gasesലോട്ട് പോവാണ്. Yes, according to kinetic theory of ideal gas, molecules of a gas behaves as elastic spheres. The distance between two successive collisions is called free path. Equation for pressure in terms of density of gas, that is P is equal to 1/3 rho v square. Average kinetic energy of gas molecule is directly proportional to root T. Directly proportional to root T ആണ്. According to kinetic theory of gases, what is the pressure of an ideal gas molecule? That is P is equal to 1/3 mn v square. Equation for Laplace correction, that is root of gamma P divided by rho which is equal to gamma which is equal to Cp by Cv. Okay, ഇതാണ് ഇക്വേഷൻ. അതിൽ ഗാമന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ് കൊടുക്കുന്നത്. If v is the bulk modulus, rho is the density, then the speed of the longitudinal wave is root of b by rho. General expression for transverse wave is v is equal to root t by m. And waves and oscillation, നമ്മുടെ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് എന്താ പറയുക, നമ്മൾ ഒന്നിച്ച് ചേർത്തിട്ട് നമ്മൾ പറയുന്നതാണ്. Relation connecting velocity, frequency and wavelength, v is equal to mu lambda. Okay, yes. The maximum displacement of the wave is amplitude. Velocity of sound is 340 meter per second. Which of the following condition is sufficient for simple harmonic motion? Y. A is equal to kg, A is equal to minus kg, A is equal to minus kg. Then what is a seconds pendulum? A seconds pendulum whose period of oscillation is 2 seconds. Okay? Yes. കഴിഞ്ഞു. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് വെയിറ്റ് ചെയ്യാനും അതുപോലെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ മാക്സിമം കാണാം, മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. സോ ഈ തവണത്തെ ഈ ഫിസിക്സ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം നിങ്ങൾക്ക് അടിച്ചുപൊളിച്ച് എഴുതാൻ പറ്റട്ടെ. സോ യെസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ട്യൂൺഡ് വിത്ത് Vedantu Malayalam channel for more videos. Bye bye.